പരിപാടി ക്ലോസ് ചെയ്തു. മനസ്സമേനിയും മാണിക്യമേനിയൊക്കെ പാടി ആ പരിപാടിയിൽ ക്ലോസ് ചെയ്തു. എന്നിട്ട് 3 പ്രാവശ്യം കണ്ടി ഒരുത്തിന്റെ കൂട്ടത്തിൽ 50 വർഷമായിട്ട് ജീവിക്കുക. എന്നെ സമ്മതിക്കണമെന്ന് ഞാൻ തന്നെ ഓർക്കും. ഇത് പെണ്ണ് കാണാൻ വന്നല്ലോ, പിന്നെ എൻഗേജ്മെന്റിനാണ് കണ്ടത്. അവന്റെ കൂടുതൽ 50 വർഷമായിട്ട് ജീവിക്കുക. ഇപ്പൊ എന്നോ രസമാ. ഫേസ്ബുക്ക് പ്രണയം, ഇന്റർനെറ്റ് പ്രണയം, വാട്സാപ്പ്, FB ഇങ്ങനെ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനം എറണാകുളത്ത് നിന്ന് വന്നതാ. അപ്പൊ ഞാനൊരു പേര് രജിസ്റ്റർ ചെയ്തോണ്ടിരിക്കുക. മോന്റെ പേര് അഖിൽ. മോനെ എത്ര വയസ്സായി? 30 വയസ്സ്. കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷം ശിശുത്വാപ്പായിരുന്നു അല്ലേ. അച്ഛന് നേരത്തെ ആയിപ്പോയി. പിള്ളേരുണ്ടാവുമ്പോ 7 വയസ്സുള്ള ഒരു മോളുണ്ട്. മോടെ പേര്, എന്റെ പേര് നീതു. മോടെ വീട് മുട്ടക്കൈ അപ്പുറത്ത്. എനിക്കറിയാത്ത സ്ഥലം നീ പറ എന്തയ്യാ? അതൊക്കെ എനിക്കറിയാം. എന്നിട്ട് നിന്റെ വയസ്സ് 48. 30, 48. മനസ്സിലായല്ലോ? എങ്ങനെ സംഭവിച്ചു? ഇൻസ്റ്റാ പ്രായം പ്രശ്നമല്ല, ജാതി പ്രശ്നമല്ല, മതം പ്രശ്നമല്ല, വിശ്വാസം പ്രശ്നമല്ല, പണം പ്രശ്നമല്ല, ജോലി പ്രശ്നമല്ല, ഇതൊന്നും പ്രശ്നമല്ല. എനിക്ക് വരുന്നതൊക്കെ തലതിരിഞ്ഞ കേസുകളാണ്. തലതിരിഞ്ഞ കേസുകൾ. പണ്ടൊക്കെ കേരളത്തെ പ്രതികരിച്ച് കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അഭിമാനത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേരളത്തിൽ നിന്നാണ് വരുന്നത്. കേരളം സംസ്കാര സമ്പന്നരുടെ നാടാണ്, നല്ല കുടുംബ ബന്ധങ്ങളുടെ നാടാണ്, പാരമ്പര്യങ്ങളുടെ നാടാണ്, കലകളുടെ നാടാണ്, ദൈവത്തിന്റെ. നല്ല രസമല്ലേ പറയാൻ? പണ്ടൊക്കെ പറയാം. ഇപ്പൊ ഞാനൊന്നും പറയാറില്ല. പ്രായമായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. വലിയ പ്രായം തോന്നുന്നില്ലല്ലോ. പ്രായമായതുകൊണ്ടല്ല. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് നമ്മുടെ നാട്ടിൽ, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കുടുംബം ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുന്നത്, മക്കളെ കൊല്ലുന്നത്. നമ്മുടെ നാട്ടില് ക്രിമിനലിസം വളരുന്നു. കുറ്റകൃത്യങ്ങൾ ഭയാനകമായിട്ട് നമ്മുടെ നാട്ടിൽ മലയാളി എവിടെ ചെന്നാലും തന്നെ കാണിക്കും. പേപ്പറുകളിലൂടെ അല്ലാതെയും നമ്മുടെ മുന്നിലെത്തുന്ന കേസുകൾ നമ്മളെ അതാ പഠിപ്പിക്കുന്നത് അല്ലേ. പിന്നെയാണ് അമേരിക്കയിൽ ഒരാള് ഭാര്യയെ കൊന്നു, മക്കളെ കൊന്നു, എന്നിട്ട് സ്വയം വെടിവെച്ച് മരിച്ചതാണെന്ന് പറയുന്നു. എനിക്കറിയില്ല. കാലിഫോർണിയയിലെ ഒരു കേസ് വന്നിരിക്കുക. അയാളുടെ അപ്പനും കൊല്ലം ഫാത്തിമ കോളേജിലെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമല്ല, കുടുംബമഹിമയുടെ പ്രശ്നമല്ല. അതിന്റെ പ്രശ്നമാണത്. അവര് താമസിക്കുന്നത് 19 കോടി രൂപയുടെ വീട്ടിലായിരുന്നു. ഇന്നത്തെ പേപ്പർ ന്യൂസാണ്, രാവിലെ പത്രം വായിച്ച മീഡിയ ന്യൂസാണ്. അപ്പൊ പണത്തിന്റെ പ്രശ്നമല്ല, ദാരിദ്ര്യത്തിന്റെ പ്രശ്നമല്ല, എഡ്യൂക്കേഷന്റെ പ്രശ്നമല്ല. ഭാര്യ കൊല്ലാൻ മടിയില്ല, ഭർത്താവിനെ കൊല്ലാൻ മടിയില്ല, മക്കളെ കൊല്ലാൻ മടിയില്ല. ഈയിടെ ഒരമ്മ കണ്ണടച്ച വയറെ കെട്ടി വെച്ചിട്ട് കെട്ടിച്ചാടി. ഒരമ്മയ്ക്ക് എങ്ങനെ മക്കളെ കൊല്ലാൻ പറ്റുക? എന്താ അമ്മയാണത്? അപ്പൊ നമ്മള് ദിവസവും കാണുന്നത് ഇത്തരം കേസുകൾ. ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്നയാളാ. 18 രാജ്യങ്ങളോളം ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന. പക്ഷെ ഞാൻ ഇതുവരെ ഒരു സായിപ്പോ മദാമ്മയോ ഇങ്ങനെ ആത്മഹത്യ ചെയ്ത കേസ് വായിച്ചിട്ടില്ല. ഒരു മദാമ്മ പിള്ളേരെ കൊന്നതായിട്ടോ പിള്ളേരെ കൊണ്ട് കെട്ടിച്ചാടിയതായിട്ടോ കേട്ടിട്ടില്ല. കുടുംബം അവര് വേണ്ടെന്ന് വെക്കും. സായിപ്പ് നമ്മള് തമ്മിലുള്ളത് അവസാനിപ്പിക്കുക. വേറെ സാഹിബിനെ കിട്ടുമോ നോക്കട്ടെ. കാര്യത്തിന് തീരുമാനമുണ്ട് അല്ലെ. പിള്ളേർ അവർ ഗവൺമെന്റ് നോക്കിയോളൂ, അപ്പനും അമ്മയ്ക്ക് പറ്റിയില്ലെങ്കിൽ. അവരുടെ നിയമം വേറെയാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. കൊല്ലാൻ മടിയില്ല, ചാവാൻ മടിയില്ല. എന്തും കുഴപ്പമില്ലേ? അപ്പൊ കുടുംബത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ ചിന്തിക്കുന്ന ആളാണ്. ഫാമിലി വളരെയേറെ മാറിപ്പോയി. ഒരു കാലത്ത് നമ്മുടെ കുടുംബം ഒരു ജോയിന്റ് ഫാമിലി ആയിരുന്നു. വെല്ലുപ്പിച്ചിനും വെല്ലുമിച്ചിയും ചിറ്റപ്പന്മാരും ആന്റിമാരും എന്ന് പറയുന്നതാണ് കുടുംബം എന്ന് പറയുന്നത്. ഞാനൊക്കെ അങ്ങനെ വളർന്നതാണ്. എന്റെ രാഷ്ട്രക്ക് 8 പേരായിരുന്നു. ഒരാണ്ട് നിന്ന് 11 പിള്ളേരെ പ്രശ്നിച്ചു. പക്ഷെ അതിന്റെ 8 പരിക്ക് തോന്നി കുറഞ്ഞു പോകുന്നു. കാര്യം മത്സരത്തിൽ കൂടെ 8 എണ്ണം വരെ ഒപ്പിച്ചു. പിന്നെ എനിക്ക് തോന്നി എന്റെ രാഷ്ട്രം മത്സരബുദ്ധി ഇല്ലായിരുന്നു. 3 5 6 എന്നൊക്കെ പറഞ്ഞ എല്ലാവരും തന്നെ ഒരുമാതിരി അത്യാവശ്യം മത്സരബുദ്ധിയുള്ളവരായിരുന്നു. ഞാൻ വളർന്ന ഒരു കുട്ടിപ്പട്ടാളത്തിനിടയിലാണ്. എന്റെ കരുത്ത്, എന്റെ ആത്മവിശ്വാസം, എന്റെ ദൈവവിശ്വാസം അതെന്റെ ഫാമിലി എനിക്ക് തന്നതാണ്. അതിന് പിറകിൽ ഞാൻ പഠിച്ച പുസ്തകങ്ങളൊക്കെ സായിപ്പിന്റെ പുസ്തകങ്ങളാണ്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ MPhil ഒക്കെ പൂർത്തിയാക്കിയത്. ബട്ട് ആ സായിപ്പിന്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടാത്തതൊക്കെ എന്റെ കുടുംബം എനിക്ക് തന്നിട്ടുണ്ട്.
കുടുംബങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നു പ്രിയപ്പെട്ടവരെ. ആ ജോയിന്റ് ഫാമിലി സിസ്റ്റത്തിൽ നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ വന്നു. ഞാൻ, എൻ്റെ ഭർത്താവ്, എൻ്റെ പിള്ളേർ, ആദ്യകാലത്ത് 3 പിള്ളേരെന്നൊരു ഇടപാടുണ്ടായിരുന്നു. പിന്നെ അത് പോയിട്ട് നമ്മൾ 2, നമുക്ക് 2, പിന്നെ അത് പോയിട്ട് നാം 1, നമുക്കൊന്ന്, പിന്നെ അത് പോയിട്ട് പുതിയതറിയാമോ, സിസ്റ്ററിനോട് പറഞ്ഞു നിങ്ങളൊക്കെ വെറും പാവപ്പെട്ട മനുഷ്യർ, അവർക്ക് ഒന്നും അറിയില്ല, നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ലല്ലേ. പുതിയത് എന്താണെന്നറിയാം, കുട്ടി വേണ്ട പട്ടി മതി എന്നാക്കി. കാരണം നിങ്ങൾ ഇനി മറ്റു മനുഷ്യരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം കഴിഞ്ഞാണ് DRക്ക് കഴിഞ്ഞ ഒരു പെണ്ണ് എറണാകുളം ജില്ലയിലെ ഒരു സ്ഥലത്തുനിന്ന് വന്നാ. അവിടെ അപ്പനും അമ്മയും ഡോക്ടേഴ്സാണ്. ഇവള് DRക്ക് കഴിഞ്ഞ് ഇവള് വർക്ക് ചെയ്യുകയാണ്. നല്ലൊരു കോളേജിൽ നിന്നൊക്കെ പഠിച്ചതാ. പിടിക്കുകയാണ്. 36-37 വയസ്സായി. കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. എൻ്റെ ജോലി ഇതൊക്കെയാണ് കേട്ടോ, കല്യാണത്തിന് സമ്മതിപ്പിക്കണം, പ്രസവിക്കാൻ സമ്മതിപ്പിക്കണം. എന്ത് പാടാ എനിക്ക് വരുന്നതെന്ന് അറിയോ, എനിക്കിതൊന്നും അറിയത്തില്ല. അപ്പൊ ഇവിടെ കല്യാണത്തിന് സമ്മതിപ്പിക്കാൻ വേണ്ടിയാണ് ഡോക്ടർ നേരത്തെ തന്നെ എന്നോട് കാര്യം പറഞ്ഞു. കല്യാണം ഒന്ന് ഡയറക്റ്റ് അവളോട് പറയരുത്, പറഞ്ഞ അവളുമാരുടെ മുന്നിൽ ഇരിക്കത്തില്ല, ഞങ്ങൾ അതിനെ കൊണ്ടുവന്നെന്ന് പറയരുത്. കള്ളം പറഞ്ഞു കൊണ്ടുവന്നിരിക്കുക. സ്വന്തം കൊച്ചിനോട് സത്യം പറഞ്ഞാൽ വരത്തില്ല. അപ്പൻ്റെ അമ്മേന്റെ കൂടെ എന്ത് മക്കളാണിത്, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? കള്ളം പറഞ്ഞ് പിടിച്ചോണ്ട് വന്നിരിക്കുക. എന്നിട്ട് ഞാൻ ഇവളോട് സംസാരിച്ചു വന്നപ്പോ ഇവളെ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചോളോട് വാട്ട് ഈസ് ഫാമിലി. അന്നേരം അവള് പറഞ്ഞു നമുക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ താമസിക്കുന്നതാണ് ഫാമിലി. ഞാൻ പറഞ്ഞു നോ. കാരണം അതിന്റെ കഴിഞ്ഞ സൺഡേയിൽ എനിക്ക് ഓർത്തഡോക്സ് പള്ളിയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പത്തനംതിട്ടയിൽ. ഞാൻ പോകാൻ ഇറങ്ങുമ്പോ എൻ്റെ ഇളയ മോന്റെ കുട്ടി, അവന് 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സാവും. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു അമ്മ എങ്ങോട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രോഗ്രാം ഉണ്ട്. പ്രോഗ്രാമോ? ഞാൻ പറഞ്ഞു ഒരു പള്ളിയിലൊരു ക്ലാസ്. അപ്പൊ എന്നോട് ചോദിച്ചു അച്ഛന്മാരെടുത്തോളൂല്ലേ പള്ളിയിൽ, അമ്മ എന്തിനാ എടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അവിടുത്തെ അച്ഛൻ അറിയാൻ മേലാത്തൊരു വിഷയം എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വിളിച്ചോണ്ട് പോകുക എന്ന് പറഞ്ഞു. അതേത് വിഷയം? ഞാനപ്പോ ഇവനോട് പറഞ്ഞു നിനക്കറിയാമോ അപ്പോ ഫാമിലി. ഉടനെ ഇവൻ ചോദിച്ചു ഫാമിലി? യെസ്, ഫാമിലിയെ കുറിച്ച് എന്ത് പറയാനാ പോവാ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു വാട്ട് ഈസ് ഫാമിലി, ഹൗ ടു ബിൽഡ് എ ഫാമിലി, അതൊക്കെയാ പറയാൻ പോകുന്നത്. ഉടനെ അവൻ എന്നോട് പറഞ്ഞു ഫാദർ മദർ ആൻഡ് ചിൽഡ്രൻ ഫോം എ ഫാമിലി. അത് എന്നോട് ചോദിച്ചു ഈസ് ഇറ്റ് കറക്റ്റ്? ഞാൻ പറഞ്ഞു യെസ്. എന്നോട് ആരാണ് ഇത് പറഞ്ഞു? അത് ഞങ്ങളുടെ GKMS പഠിപ്പിച്ചതാ. അവന് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ എന്നോട് പറയുകയാണ് അവന്റെ GKMS അവനെ പഠിപ്പിച്ചു. ഫാദർ മദർ ആൻഡ് ചിൽഡ്രൻ ഫോം എ ഫാമിലി. DRക്ക് കഴിഞ്ഞ പെണ്ണ് എന്നോട് പറയുന്നു ഞാനും എന്റെ പട്ടിയും ചേരുന്നതാണ് എന്റെ ഫാമിലി. എനിക്കൊരു പട്ടിയുണ്ട്. പട്ടി എന്ന് പറയാൻ അവള് സമ്മതിക്കുന്നില്ല, ജൂബി എന്ന് പറയണം. ഞാനും അവനും തമ്മിൽ പ്രണയത്തിലാണ്. ഞാനും അവനും കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു. അവൻ എന്റെ മുറിയിൽ എന്റെ ഒപ്പം ഉറങ്ങുന്നു. അവനും ഞാനും ചെയ്ത് വലിയ വില കൂടിയ പട്ടിയാട്ടോ. അതിന്റെ വില തന്നെ അവള് പറഞ്ഞില്ല, അത്രയ്ക്ക് വില കൂടിയതാണ് എല്ലാവരും. അപ്പൊ ഒരു മോളേ ഉള്ളൂ. ഒരു മോളുള്ളതിന് പട്ടിയെ കൊടുത്തതാ കൂട്ടേ. ഒന്നുകൂടെ പ്രസവിച്ച് വേറെ കൊടുക്കുന്ന കുഴപ്പമില്ലായിരുന്നു. അത് പറ്റിയല്ല, പട്ടിയെ കൊടുത്തു. ലക്ഷങ്ങൾ കൊടുത്ത് പട്ടിയെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾ എന്നോട് പറയുന്നു ഞാനും എന്റെ പട്ടിയും ചേരുന്നതാണ് എന്റെ ഫാമിലി. അവനപ്പുറത്തേക്ക് എനിക്കൊരു ലോകമില്ല. എനിക്ക് ഇഷ്ടം തോന്നി ഞാനും എന്റെ പശുവും ചേരുന്ന എന്റെ ഫാമിലി, ഞാനും എന്റെ കോഴി എന്റെ ഫാമിലി. ഞാൻ കൊള്ളാലോ, അത് നല്ല കൺസെപ്റ്റാ. അപ്പൊ ഞാൻ ചോദിച്ചു മോളെ ഇതിനൊരു പ്രോഡക്റ്റ് ഉണ്ടാവും, പട്ടിക്കുഞ്ഞോ മനുഷ്യക്കുഞ്ഞോ അതിന്റെ ആവശ്യമില്ലെന്നാ പറയുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? പുതിയ കൺസെപ്റ്റ് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പിള്ളേരുടെ. വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. അതിന് നമ്മൾ കുറെ കാരണങ്ങൾ കണ്ടുപിടിക്കും. അത് സിനിമയുടെ കുഴപ്പമാണ്, ടിവിയുടെ കുഴപ്പമാണ്, അത് മൊബൈലിന്റെ കുഴപ്പമാണ്, ഇന്റർനെറ്റിന്റെ കുഴപ്പമാണ്. നമ്മളെല്ലാം കൊണ്ട് എന്നാത്തിന്റെയും തലയിൽ വെച്ചിട്ട് പറയും ഇതുകൊണ്ട് ഇങ്ങനെയാവുന്നു. ഞാൻ പറയും ഒരിക്കലുമല്ല. ഫാമിലി പരാജയപ്പെട്ടു പോകുന്നു മക്കളെ വളർത്തുന്നത്. മക്കളെ ജനിപ്പിച്ച് വളർത്തുന്നതിൽ, അവരെ ട്രെയിൻ ചെയ്യിക്കുന്നതിൽ മാതാപിതാക്കൾ പരാജയപ്പെട്ടു പോകുന്നു. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ തലത്തിൽ നമ്മുടെ മക്കൾ ഇന്ന് വളരെ ഉയരങ്ങളിലാണ്. നിങ്ങൾക്കറിയാം, ഈ കേരളത്തിലും കേരളത്തിന് വെളിയിലും ഇന്ത്യക്ക് വെളിയിലും പഠിക്കാൻ പോകുന്ന കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് പ്ലേസ്മെന്റ് കിട്ടുന്നത് 20-21 വയസ്സിലാണ്.
അല്ലെ 22 വയസ്സിന് മുമ്പ് 50,000-ന് മേൽ 1,00,000-ന് മേൽ സാലറി വാങ്ങിക്കുന്ന ലെവലിൽ നമ്മുടെ പിള്ളേരെ എത്തിക്കാൻ നമുക്ക് പറ്റുന്നു. പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് റിയാലിറ്റി ജീവിക്കാൻ അറിയാൻ മേലാതെ, കഞ്ഞി വെക്കാൻ അറിയാൻ മേലാത്ത പിള്ളേർ, ചായ ഇടാൻ അറിയാൻ മേലാത്ത പിള്ളേർ, മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത പിള്ളേർ, അവര് ബിടെക് എംടെക് MBA എനിക്ക് 2023 ഞാൻ ഓരോ വർഷം അവസാനിക്കുമ്പോ ആ വർഷം വന്ന കേസുകളെ ഞാനൊന്ന് വേർതിരിച്ചു വെച്ച് സ്റ്റഡി നടത്തും. 2023 എനിക്ക് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വിവാഹം എന്റെ കുടുംബ പ്രശ്നമായിട്ട് വന്നതിൽ 10ാം ക്ലാസ്സിന് പിറകിലുള്ള വെറും 6 കേസുകളേ ഉണ്ടായിരുന്നു. 12ാം ക്ലാസ്സിന് പിറകിലുള്ള ഒരു 10-11 കേസുകൾ ഉണ്ടായിരുന്നു. IAS ലെവലിലുള്ള 1 PhD-കാരുടെ 6, ബാക്കി മുഴുവൻ ബിടെക് എംടെക് MBA MCA ലെവലിലുള്ള. അപ്പൊ ഞാനൊന്ന് പഠിച്ചു. എന്നാന്നറിയാം, വിദ്യാഭ്യാസം കൂടുന്തോറും നമ്മുടെ പിള്ളേർക്ക് ജീവിക്കാൻ അറിയും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? വിദ്യാഭ്യാസം കൂടുന്തോറും വിവരമില്ലാത്ത മനുഷ്യരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരെ ജീവിക്കാൻ പ്രാപ്തരാക്കണം. ജോലിയല്ല, പണമല്ല, അതിനുമപ്പുറം അവരെ മൂല്യങ്ങളുള്ള കുട്ടികളായി ജീവിതത്തിലെ പ്രശ്നങ്ങളെ തന്നിടമായി നേരിടാനുള്ള കരുത്തുള്ള പിള്ളേരാക്കി വളർത്തണം. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ സാംസ്കാരിക മൂല്യങ്ങളെ വികസിപ്പിച്ച് വസ്തുതകളെ കൈകാര്യം ചെയ്യുവാനുള്ള നമ്മുടെ കഴിവിനെ വളർത്തി നാടിന്, നാട്ടുകാർക്ക്, കുടുംബത്തിന്, സമൂഹത്തിന്, സമുദായത്തിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുക. ഇതാണ് എഡ്യൂക്കേഷൻ. വേറൊരു തരത്തിൽ പറഞ്ഞാൽ വിദ്യാഭ്യാസം മനുഷ്യനെ അവന്റെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സഹായിക്കുന്നു. അതായത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തമാക്കുന്നതാണ് വിദ്യാഭ്യാസം. അല്ലാതെ അവരെ ബിടെക് എംടെക് MBBS MD IAS ആക്കുന്നതല്ല വിദ്യാഭ്യാസം. അത് മനസ്സിലാക്കുമായിരുന്നെങ്കിൽ ഇത്രയേറെ കുഴപ്പങ്ങള് ഈ പിള്ളേരുടെ ഒന്നും അടുത്തുണ്ടാകുമായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്. 1 ഹെറിഡിറ്റി, പാരമ്പര്യം. 2 എൻവയോൺമെന്റ്, സാഹചര്യം. 3 മാതൃകകൾ, റോൾ മോഡൽസ്. പാരമ്പര്യം എന്ന് പറയുന്നത് ജന്മം കൊണ്ട് അച്ഛന്റെ അമ്മയുടെ കൈകളിലൂടെ ഒരു കുഞ്ഞിലും വന്നു പെടുന്നതാണ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളിലെ വികാര വിചാരങ്ങൾ പോലും ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം കാമമാണെങ്കിൽ ആ കുഞ്ഞ് ധാർമ്മികമായി അധപ്പതിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം വിദ്വേഷമോ വെറുപ്പോ ആണെങ്കിൽ ആ കുഞ്ഞ് ഒരു കുറ്റവാളിയോ ദുർമാർഗിയോ ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അത്രയും ഇരിക്കുന്നുണ്ടോ? കല്ലടിച്ച് വെളിയില്ലാതെ വീട്ടിൽ വരുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരു മനുഷ്യനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ നമ്മളിൽ എത്ര സ്ത്രീകളെ കൊണ്ടാൻ പറ്റുക? സന്തോഷത്തോടെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ എത്ര നേരമായി നോക്കിയിരിക്കുന്നു, നല്ല മണമാണല്ലോ, ഏത് ബാറിലാന്നേ കയറിയത് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ഒന്നാലെ വായി വരുന്ന കുമ്മാന്നുള്ള മണം, രണ്ടാമതെ കുഴന്നുള്ള ആട്ടം, സംസാരം, ആ സ്ത്രീയിൽ ഉണ്ടാകുന്ന വികാരം വെറുപ്പ്. വെറുപ്പിന്റെ മൂർധന്യത്തിൽ അവർ പറയും പറയാറില്ലേ, കാലമാടൻ പറയാറുണ്ടല്ലോ. എനിക്ക് പല കാര്യം വരുമ്പോ പറയാറുണ്ടല്ലോ, കാലമാടൻ, പണ്ടാരക്കാലൻ. ഞാൻ ഇവിടെ കാസർഗോഡ് ഒരു ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. മുസ്ലിം സ്ത്രീകൾ MBSന്റെ ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അവിടുത്തെ സ്ത്രീകൾ എന്നോട് പറഞ്ഞു, അവര് മുതുകാലൻ എന്നാണ് വിളിക്കുന്നത്. ആർക്കെങ്കിലും വേണേ എടുത്തോട്ടെന്ന് വേണ്ടി ഞാൻ പറഞ്ഞതാ. കാലൻ, കാലമാടൻ, പണ്ടാരക്കാലൻ, മുതുകാലൻ പതിവുപടി വന്നിരിക്കുന്നു. മനസ്സിൽ വെറുപ്പും പെറമേ അഭിനയവുമായി ഭർത്താവിന്റെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു സ്ത്രീ
അവർക്ക് കിട്ടാവുന്ന കുട്ടി പ്രശ്നകാരിയായിരിക്കും. പിള്ളേരുടെ പ്രശ്നമല്ല. മാതാപിതാക്കൾക്ക് ഇല്ലാത്ത യാതൊരു പ്രശ്നവും മക്കൾക്ക് ഉണ്ടാവുമെന്ന് കരുതരുതേ. മുടക്കുമുതൽ അനുസരിച്ച് ലാഭം പ്രതീക്ഷിക്കാവൂ. കൊള്ള ലാഭം പ്രതീക്ഷിക്കരുത്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുണ്ട്, ഞാൻ ജനിച്ചത് എന്റെ മാതാപിതാക്കളുടെ വളരെയേറെ നാളത്തെ പ്രാർത്ഥനയുടെയും ധ്യാനത്തിന്റെയും ഫലമായിട്ടാണ്. അതായത് സ്വാമി വിവേകാനന്ദന്റെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളില്ലാതെ വളരെ നാൾ വിഷമിച്ചു. അമ്പലങ്ങൾ തോറും പ്രാർത്ഥനയും വഴിപാടുമായി നടന്നവർക്ക് ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്ക് ഒടുവിൽ കിട്ടിയ ഉത്തരമാണ് സ്വാമി വിവേകാനന്ദൻ. അതാണ് അദ്ദേഹം എഴുതി വെച്ചത്. ഞാൻ പിറന്നു വീണത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. ജന്മം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കുട്ടി ജനിക്കുന്ന സമയത്തെ മാതാപിതാക്കളുടെ വികാരം സ്നേഹമാണെങ്കിൽ ആ കുഞ്ഞ് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഒരു കുട്ടി ജനിക്കുമ്പോൾ 23 ക്രോമസോമുകൾ അച്ഛൻ്റെതും 23 അമ്മയുടേതുവാ. മുടക്കുമുതൽ രണ്ടുപേർക്കും തുല്യാണ്. അച്ഛനും മുടക്കി 21, അമ്മയും മുടക്കി 23. കൊച്ചു മിടുക്കനാണ്. ഇവരെന്നാ പറയാറുള്ളത്? മോശമാണെങ്കിലും അതുകൊണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ്. അത് പാലാവിൽ മാത്രമല്ല, ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്നത് കോഴിക്കോടാണെങ്കിലും അവിടെ ഇത് തന്നെയാണ് പറയുന്നത്. എനിക്ക് ഒറ്റ കുഴപ്പമാണ്. ഇനി ഇവരെങ്ങനെ പറയുകയാണ്, നിങ്ങൾ പറയണം. എന്നാൽ ക്ലാസ് എടുക്കാൻ വന്ന സ്ത്രീ പറഞ്ഞനുസരിച്ച് പൊന്നു മനുഷ്യന് 23 ഉത്തരവാദിത്തമേ ഞാൻ എടുക്കുന്നത്. 23 നിങ്ങളുടെ വകയാണ്. അതിൽ ഒരു ക്രോമസോം എന്ന് പറയുന്നത് 10,000 കണക്കിന് ജീനാണ്. നമ്മുടെ കുഞ്ഞിന്റെ നിറം നിർണ്ണയിക്കുന്നത്, പൊക്കം നിർണ്ണയിക്കുന്നത്, ബുദ്ധി നിർണ്ണയിക്കുന്നത്, സൗന്ദര്യം നിർണ്ണയിക്കുന്നത് ജീൻ എന്ന ഘടകമാണ്. ഈ ജീന് ഒരു ക്രോമസോമില് 10,000-ലധികമുണ്ട്. 46 ക്രോമസോമുകൾ 23 കൂടെ ചേർന്ന് 46 ക്രോമസോമുകൾ ഒരുമിച്ച് വരുമ്പോൾ ഏതാണ്ട് 5.5 ലക്ഷം ജീനുകൾ ഒരുമിച്ച് വരുന്നുണ്ട്. അത് മുഴുവൻ ഉപയോഗിക്കപ്പെടുന്നില്ല. ഏതാണ്ട് 3 ലക്ഷം ജീനുകൾ മാത്രമേ ജനന സമയത്ത് ഉപയോഗിക്കുന്നത്. ബാക്കി വെറുതെ കിടക്കുക. അതായത് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് 46 ക്രോമസോമുകളും 3 ലക്ഷം ജീനുകളും 3% കെമിക്കലും കൂടെ ചേരുന്നതാണ്. ഇത്രയും പിടി കിട്ടിയോ? ഇനി ഈ 3 ലക്ഷം ജീൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയുടെയും മാത്രമല്ല. അത് വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ അമ്മാവൻ്റെയോ അമ്മായിയുടെയോ 5 തലമുറ പിറകിൽ ജീവിച്ചിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രത്യേകത നമ്മുടെ കുട്ടിക്ക് കയറി വരും. കിട്ടിയോ? ചിലപ്പോ ഇപ്പൊ എന്നെ കണ്ടാല് 5 തലമുറ പിറകിൽ ജീവിച്ചിരുന്ന ഒരു വല്യമ്മയെ പോലെ തന്നെ ആവുമെന്ന് വിചാരിച്ചു. അവര് 70ാമത്തെ വയസ്സിൽ ക്രോസ് ആയി എന്റെ സമയം കഴിഞ്ഞു. എന്റെ ചാച്ചന്റെ ഒരു 97 ഒരു കുഴപ്പമില്ല. ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇത് ഒന്നുമില്ല. മരുന്ന് പോലും ഇതുവരെ കഴിച്ചിട്ടില്ല. വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കെട്ടിപ്പിടിക്കും. ഉമ്മ കൊടുക്കും. എന്തിനാന്നറിയാമോ? അത് കിട്ടാൻ പാരമ്പര്യമേ. അപ്പൊ ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ? നമ്മുടെ കുഞ്ഞിന് കയറി വരുന്ന പാരമ്പര്യമുണ്ട്. അത് വെളുത്ത അമ്മയ്ക്ക് കറുത്ത മോളുണ്ടാവും, ബുദ്ധിമാനായ അച്ഛന് മരമണ്ടനായ മകനുണ്ടാവാം, പിന്നെ നല്ല സുന്ദരിയായ അമ്മയ്ക്ക് മേക്കോന്നിരിക്കുന്ന പെണ്ണുണ്ടാകാം. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. തിരിച്ചു മേക്കോന്നിരിക്കുന്ന അമ്മയ്ക്ക് സുന്ദരിയായിട്ടൊക്കെ സൗന്ദര്യമൊക്കെ. അതായത് പാരമ്പര്യം മാറ്റാൻ പറ്റില്ല. അത് ഈ സ്കൂളിലല്ല, നേരിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി കൊണ്ട് പഠിപ്പിച്ചാലും പാരമ്പര്യം കാണിക്കും. മനസ്സിലായോ?
ഈ സിസ്റ്റേഴ്സിനൊക്കെ ഒരു വിചാരമുണ്ട് ഞങ്ങളുടെ കയ്യിൽ ചോദിച്ചാൽ ഞങ്ങളേതാണ്ട് വെറുതെ പാരമ്പര്യം അത് മാറ്റാൻ പോകുന്നില്ല, അത് മാറാനും പോകുന്നില്ല. അതുകൊണ്ട് പാരമ്പര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. രണ്ടാമത്തത് എൻവയോൺമെന്റ് എന്ന് പറയും. ഞാൻ പണ്ട് സൈക്കോളജി പഠിച്ചപ്പോൾ ഞാൻ പഠിച്ച ഒരു കാര്യം എന്നറിയാം, നല്ല അച്ഛനും അമ്മയും നല്ല പിള്ളേരുണ്ടാകും. സായിപ്പ് എഴുതി വെച്ചതാ. സായിപ്പ് അതിന്റെ അടിയിൽ എഴുതി പെടച്ച തന്തയ്ക്കും തള്ളയ്ക്കും പെടച്ച പിള്ളേരുണ്ടാവും. ഞാൻ കാണാതെ പഠിച്ചു. എന്തിനാ പരീക്ഷയിൽ തന്നെ ഞാനിത് കുത്തിയിരുന്ന് പഠിച്ചു. നല്ല അപ്പനും അമ്മയ്ക്ക് നല്ല പിള്ളേരുണ്ടാവും, പെടച്ച തന്തയ്ക്കും തള്ളയ്ക്കും പെടച്ച പിള്ളേരുണ്ടാവും, അത് പഠിച്ചു. പക്ഷേ കഴിഞ്ഞ 45 years കൗൺസിലിംഗ് നടത്തി 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 ഞാനൊരു പാഠം പഠിച്ചു. സായിപ്പ് എഴുതിയത് മണ്ടത്തരമാണ്. കാരണം നല്ല ഒന്നാം തരം അപ്പനും അമ്മയ്ക്കും പെടച്ച പിള്ളേർ എത്ര എണ്ണം വേണേ ഞാൻ പറയാം. കള്ളു കുടിക്കാത്ത അപ്പന് ബാറിൽ നിന്ന് ഇറങ്ങാത്ത മോൻ. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നു, അപ്പൻ അഗ്രികൾച്ചർ ഓഫീസർ, അമ്മ കോളേജ് പ്രൊഫസർ, അവർക്ക് 3 പിള്ളേര്. അതിൽ മൂത്തവനാണ്, അവനിപ്പോ വീട്ടില് ഫൈനലിയറാ. തണ്ണിന്ന് പറഞ്ഞ 24 hours തണ്ണി, ഡ്രഗ്. അവന്റെ കയ്യിലില്ലാത്ത കുഴപ്പങ്ങളില്ല. ഈ സ്ത്രീ കോളേജ് അധ്യാപിക അവരെന്നെ അടുത്ത് നേങ്ങനെ അടിച്ച് കരഞ്ഞിട്ട് പറയാണ്, ചീ പോന്നു പോലും എന്റെ ഹസ്ബൻഡ് ഇത്ര വർഷമായിട്ട് വീട്ടിൽ പറഞ്ഞിട്ടില്ല. ചീ പോന്ന് പോലും ദേഷ്യപ്പെട്ട് പറയാത്ത അപ്പൻ. അത് മനസ്സിലാവുന്നുണ്ടോ? സ്ഥിരമായിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങാത്ത അപ്പൻ. ഞാനും അങ്ങനെ തന്നെയാണ് മേഡം. ഞങ്ങൾ രണ്ടും ഭയങ്കര ഭക്തരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ഞങ്ങള് മാതാപിതാക്കളെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നവരാ. ഞങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു സാധനത്തിനെ കിട്ടി? ഞങ്ങളുടെ എന്ത് കുഴപ്പം കൊണ്ടാണ് ഇവൻ ഇങ്ങനെയായി പോയത്? അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുഴപ്പമല്ല, സാഹചര്യങ്ങൾ. അവനെ വേറെ സ്ഥലത്ത് ഉണ്ടാക്കി, അക്കൗണ്ടിൽ പൈസ ഇട്ട് കൊടുത്ത്, ATM കാർഡും ഒക്കെ കയ്യിൽ കൊടുത്ത് അവൻ വേറൊരു ഗാങ്ങിലായി. പൈസയുണ്ട്, ചോദിക്കാനും പറയാൻ ആളില്ല. അവരുടെ മകൻ തെറ്റിയിട്ടില്ല എന്ന് അവർ വിചാരിച്ചു. പോയി അവരെ അന്വേഷിച്ചിട്ടില്ല. എന്നാലും അവൻ പറഞ്ഞ കള്ളങ്ങളെല്ലാം അവര് വിശ്വസിച്ചു. എന്തായാലും ഇപ്പൊ അവനൊരു വല്ലാത്തൊരവസ്ഥയിലാണ്. അവനെ ഒന്ന് കുളിപ്പിച്ച് തലമുടിയൊക്കെ വെട്ടി വൃത്തിക്ക് എടുത്തു കഴിഞ്ഞ് നമുക്ക് വേണം കാര്യം പറയാം. ഞാൻ അവനോട് ആദ്യമേ എനിക്ക് തലമുടി വെട്ടാം. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ കൊണ്ട് തേച്ച് കഴുകി എടുക്കാം, അതെല്ലാം വെട്ടി ഒന്ന് ശരിയാക്കാം. സത്യം ഞാൻ പറഞ്ഞു, നല്ല ഒന്നാം തരം അപ്പനും അമ്മയ്ക്ക് പഠിച്ചിട്ടില്ല. തിരിച്ച് വേറെ ഞാൻ കണ്ടിട്ടുണ്ട്. യാതൊരു വെളിവും ഇല്ലാതെ കുടുംബം നോക്കാതെ വൃത്തികെട്ട് നടക്കുന്ന ചില അപ്പന്മാർക്ക് എല്ലാ ഉത്തരവാദിത്വങ്ങളെയും ഏറ്റെടുത്ത് കുടുംബത്തിന്റെ രക്ഷകന്റെ കുപ്പായം അണിഞ്ഞ മക്കളെയും ഞാൻ കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? നല്ലൊരു മകനോ മകളോ മതി ഒരു കുടുംബം രക്ഷപ്പെടാൻ. നമ്മുടെ കേരളത്തിലെ എന്തോരം നല്ല വീടുകൾ, എന്തോരം നന്നായി ജീവിക്കുന്നു. ഇന്നലെ ഞാൻ ഇതുവരെ പാസ്പോർട്ട് ഓഫീസിൽ എന്റെ പാസ്പോർട്ട് ഒന്ന് പുതുക്കേണ്ട കാര്യത്തിന് വേണ്ടി പോയി. അപ്പൊ അവിടെ നിന്ന് മുഴുവൻ പ്രായമായ അപ്പനും അമ്മയാണ് വന്നിരിക്കുന്നത് പാസ്പോർട്ടിന് വേണ്ടി. അപ്പോഴേ എനിക്ക് മനസ്സിലായി, വെളിയിലുള്ള മക്കള് നിങ്ങളെ കൊണ്ടുപോകാം, കുഞ്ഞുങ്ങളെ നോക്കാൻ. സത്യം ഞാൻ പറഞ്ഞു, വെറുതെ പറഞ്ഞല്ല. കാരണം ഞാൻ അവിടെ നിന്ന് ഞാൻ ആലോചിച്ച കാര്യമാണ്. പാരന്റ്സിനെ കൊണ്ടുവന്ന മക്കൾക്ക്, ഈ മക്കളെല്ലാം വെളിയില് കേരളത്തിലെ നല്ല വീടുകള്, അതെ, നല്ല റോഡ്, നല്ല സൗകര്യങ്ങളൊക്കെ അവരുണ്ടാക്കിയതാ, ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അവർ തരുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഭാഗം എന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സ്കൂളിന്റെ സാഹചര്യം, വീട്ടിലെ സാഹചര്യങ്ങൾ ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തത് റോൾ മോഡൽസ് എന്ന് പറയും. റോൾ മോഡൽസ് എന്ന് പറഞ്ഞാല് മാതൃകകളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് ആരെങ്കിലൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടാവണം. ഉണ്ടോ? ആരെങ്കിലും പോലെ ആവണമെന്ന് എപ്പോഴെങ്കിലൊക്കെ തോന്നിയിട്ടില്ലേ? ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചില ടീച്ചേഴ്സിനെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അവർ നന്നായി സാരി കൊടുക്കുന്നു, അവരെങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, വീട്ടിൽ വന്ന് നമ്മൾ അമ്മയോട് പറയും എന്റെ ടീച്ചർ, നമ്മുടെ പിള്ളേർ വന്ന് പറയാറില്ലേ, ആ ടീച്ചർ എങ്ങനെയാണ്, ഈ ടീച്ചർ ഇങ്ങനെയാണ്, അങ്ങനെ പറയാറുണ്ട്. അപ്പൊ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. എന്നെ സ്വാധീനിച്ച ഒത്തിരി ടീച്ചേഴ്സ് ഉണ്ട്. സ്കൂളിൽ എന്നെ കോമ്പറ്റീഷൻസിന് വേണ്ടി ഒരുക്കിയ സിസ്റ്റേഴ്സ്, രാത്രി മുഴുവൻ ഇരുന്ന പ്രസംഗം പഠിപ്പിച്ച, essay എഴുതാനായിട്ട് എന്നെ കൊണ്ട് വായിപ്പിച്ച് പ്രിപ്പയർ ചെയ്യിപ്പിച്ച ഒത്തിരി പേരുടെ ടീച്ചേഴ്സ്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ റോൾ മോഡലാക്കിയത് എൻ്റെ അപ്പനെ.
അതിനേക്കാളും എന്നെ സ്വാധീനിച്ച ഒരാളും ഉണ്ടായിട്ടില്ല. ഒത്തിരി പേരൊക്കെ എന്നെ സ്വാധീനിച്ചെങ്കിലും എന്റെ ചാച്ചൻ എന്നെ വളർത്തിക്കൊണ്ടുവന്ന രീതിയുണ്ട്. നല്ലൊരു അടുക്കും ചിട്ടയൊക്കെ എനിക്ക് തന്നു. എന്നെ കൊണ്ട് വായിപ്പിച്ചു തീർത്ത പുസ്തകങ്ങൾ. ഞാന് ഒരുമാതിരി കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് ഒരുമാതിരിപ്പെട്ട പുസ്തകങ്ങളൊക്കെ ചാച്ചൻ എനിക്ക് വാങ്ങി തന്നിരുന്നു. എവിടെ മത്സരത്തിന് പോയാലും എൻ്റെ ഒപ്പം ചാച്ചനാ വന്നിരുന്നത്, എൻ്റെ അമ്മയൊന്നുമല്ല. ചാച്ചൻ അവിടെ ഉണ്ടാവും. എനിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ ചാച്ചന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് എനിക്കായി ഒരു സമ്മാനം. അങ്ങനെ എന്നെ ട്രെയിൻ ചെയ്യിച്ച് ഇങ്ങനെ ആക്കിയതാണ്. ഈ 4ാം ക്ലാസ് മുതൽ ഞാൻ ഈ മൈക്രോഫോൺ കൈ പിടിക്കുന്നുണ്ട്. അതെന്റെ ചാച്ചൻ എന്നെ ട്രെയിൻ ചെയ്യിച്ചെടുത്തതാ. ആ ട്രെയിനിങ് എന്നെ ഇന്ന് ഞാൻ അതിനപ്പുറം എനിക്ക് ജീവിതത്തിൽ ഒരു നല്ല മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും എൻ്റെ മക്കളോട് എൻ്റെ ഹസ്ബൻഡിനോട് പറയാറുണ്ട്, അതിൻ്റെ അടുത്ത് വരില്ല നിങ്ങളൊന്നും. പക്ഷെ ഞാൻ ഇപ്പൊ എൻ്റെ മകന്റെ എൻ്റെ മക്കളുടെ കാണാൻ അപ്പനെ പോലെ. ഞാൻ പറഞ്ഞ ഇതിനകത്ത് എന്നാ പറയാ, പുള്ളി സ്റ്റേജിൽ ഉണ്ടാ പേടി മുഖമൊഴിക്കുമെന്ന് പുള്ളി പറയുന്നു. ഞാൻ കേട്ട് നിർത്തി നോക്കിയിട്ടില്ല ഇതുവരെ. പക്ഷേ ചില പ്രസംഗിക്കേണ്ട സാഹചര്യങ്ങളിൽ ഞാൻ എഴുതി കൊടുത്ത് കാണാതെ പഠിപ്പിച്ച് വീട്ടിൽ പഠിച്ചു കൊണ്ടുവരും. എൻ്റെ കെട്ടിയാണ് മനസ്സിലായി. പേടിക്കൊണ്ടാണ് ഭയങ്കര ബിസിനസ്സുകാർ. ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്താ പറയാ, ട്രെയിൻ ചെയ്യിച്ചെടുത്ത രീതികളിൽ വ്യത്യാസം ഞങ്ങളെ രണ്ടിനും. എൻ്റെ മക്കൾ അപ്പനെ പോലെ. പക്ഷെ എൻ്റെ മകൻ്റെ ഒരു കുട്ടി ഫോട്ടോസ്റ്റാറ്റ് പോലെ എന്നെ പോലെ ഉണ്ടായിട്ടുണ്ട്. ഫോട്ടോസ്റ്റാറ്റ് പോലെ. അവളെന്നെക്കാൾ നന്നായി പ്രസംഗിക്കും, അവളെന്നെക്കാൾ നന്നായി എഴുതും. 3 പുസ്തകം എഴുതി കഴിഞ്ഞു. അവളെന്നെക്കാൾ നന്നായി വായിക്കും. എനിക്കറിയാം സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെ രാത്രിയിലും എന്നോട് ചോദിച്ചു, എനിക്ക് 3 മണി വരെ പഠിക്കണം, രാത്രി കൂട്ടിയിരിക്കുന്നോ? ഞാൻ എനിക്ക് രാവിലെ ഒരു ക്ലാസ് ഉണ്ട്, ഇച്ചിരി ഉറങ്ങിയില്ല, പറ്റത്തില്ല, ഒരു 11 വരെ ഞാൻ കൂട്ടിയിരുന്നോ മതിയോ? എന്നാ വേണ്ട അമ്മ പോയി കിടന്നോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ 8ാം ക്ലാസ് മുതൽ ഇരുന്ന് പഠിച്ച എൻ്റെ കസേര, എൻ്റെ ടേബിൾ എൻ്റെ വീട്ടിൽ നിന്ന് പൊക്കി എടുത്ത് കൊണ്ടിട്ട് ഞാൻ അവിടെ എത്തി പഠിപ്പിക്കുക. ഇത് എല്ലാ ദിവസവും ഈ കസേരയിൽ ആളൊക്കെ വലിയ ആളായി. ആ കസേര നിന്നെ വലിയ ആളാക്കും. അതെന്റെ മകന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. 2ാമത്തെ ആള് സൈക്കോളജിസ്റ്റ് ആകാൻ പഠിക്കുക, 10ാം ക്ലാസ്സിലാ. സൈക്കോളജിസ്റ്റ് എന്നെ പോലെ തന്നെ എനിക്ക് അമ്മ പോയ പോലെ ഒത്തിരി രാജ്യങ്ങൾ കാണണം, എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അപ്പൊ സൈക്കോളജി അവർക്ക് ഫില്ല് ചെയ്ത് കൊടുത്തപ്പോഴ് CBSE ആണ് 11ലേക്കുള്ളത് ഫില്ല് ചെയ്ത് ഫോം ഫില്ല് ചെയ്ത് കൊടുത്തപ്പോ സൈക്കോളജിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെന്നെ കോപ്പി ചെയ്യുന്നുണ്ട്. അവരുടെ അമ്മ ചാട്ടടക്കുന്നില്ല, അവർക്ക് പക്ഷെ കണക്കിന്റെ ലോകത്തോട്ട് പോകണമെന്നില്ല. ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ കുട്ടികളെ നമ്മളൊന്ന് ഒരുക്കിയെടുക്കുന്ന പോലെയാണ്. പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലേ? അതെ, അവർക്കൊരു റോൾ മോഡലിനെ വേണം. അമ്മയോ വല്യമ്മയോ വല്യപ്പനോ ആരെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടില് നമ്മുടെ പിള്ളേർക്ക് സ്വാധീനിക്കുന്ന ഒരാള് വേണം. അത് ആവശ്യമാണ്. അതുകൊണ്ട് ഒരു അനലൈസ് ചെയ്യാൻ വേണ്ടിയാ, സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. ഒരു കുട്ടിയുടെ വളർച്ചയില് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, ഇങ്ങനെയാണ് വളർച്ച. ശൈശവം എന്ന് പറയുന്നത് 4 വയസ്സ് വരെയാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ 4 വയസ്സ് വരെ കൊണ്ട് ഒരു കുട്ടിയുടെ ബ്രെയിനിന്റെ 95% പ്രത്യേകതകൾ ഡെവലപ്പ് ചെയ്ത് കഴിയും. അതായത് നമ്മുടെ മോള് ഭാവിയിൽ ആരായി തീരുമെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന 4 വയസ്സിന് മുന്നേ. ഇവിടെ അല്ല. ഈ 4 വയസ്സ് വരെ ഈ കുട്ടികളുടെ ലൈംഗികത പോലും ഡെവലപ്പ് ചെയ്ത് കഴിയും. അമ്മയുടെ മുലപ്പാൽ സന്തോഷത്തോടെ കുടിക്കാൻ അവസരം കിട്ടുന്ന കുട്ടികളിൽ പക്വതയുള്ള ലൈംഗിക വികാരങ്ങൾ ഡെവലപ്പ് ചെയ്യും. 4 വയസ്സ് വരെ അമ്മയുടെ അപ്പന്റെയും കൂടെ വളരുന്ന കുഞ്ഞുങ്ങളിൽ അവരുടെ ആ എന്താ പറയാ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഭംഗിയായി നടക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലത്തൊന്നും നടക്കുന്നില്ല. അമ്മയുടെ അപ്പനടുത്ത വല്ലപ്പോഴും നടക്കും, ഒരു ചൂടും തിരക്കും യാതൊരു പ്രസവിച്ച് ഓടും. പണ്ടൊക്കെ പെറ്റ് കിടക്കുമായിരുന്നു. പല ഈ പെണ്ണുങ്ങൾ പെറ്റ് കിടക്കത്തില്ലായിരുന്നു. പട്ടി പെറ്റ് കിടക്കും, പെണ്ണിന് ഇപ്പൊ പെറ്റ് ഓടുക, പ്രസവിച്ച് കിടക്കാറില്ല. ഈ 4 വയസ്സ് വരെ ബ്രെയിനിന്റെ പ്രത്യേകതകൾ ഡെവലപ്പ് ചെയ്ത് കഴിയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ബാല്യമാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള സമയത്തെയാണ് ബാല്യം എന്ന് പറയുക. ഈ സമയത്ത് നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കുന്ന സമയമാണ്. ആ സമയത്ത് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു പണ്ടൊക്കെ.
ഇപ്പോൾ ഒരു 1-ാം ക്ലാസ് മുതൽ കേസുണ്ട്. 7 മുതൽ ഒരു കേസ്. 1-ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുക്കൻ, 1-ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെണ്ണിന് കുഴപ്പമുണ്ടോ? എത്രാം ക്ലാസ് വരെ ഒന്ന് കൊടുക്കാം? ഇങ്ങനെ ഒരു അഭിപ്രായം സമ്മതിക്കല്ല, വേറെ കാര്യം. എത്രാം ക്ലാസ് വരെ കൊടുക്കാം? എന്താ നിങ്ങളെ ഈ പെണ്ണ് കിടന്ന് കരഞ്ഞു? കേസ് ടീച്ചറിന്റെ ടേബിളിലെത്തി. ടീച്ചർ വിളിച്ചു, എന്നാടി പോകുന്നെന്ന് ചോദിച്ചു. ടീച്ചർക്ക് എനിക്ക് ഉമ്മ എന്നു പറഞ്ഞു. ടീച്ചർ ഒരു നിമിഷം ആലോചിച്ചു. നിന്റെ അപ്പൻ്റെ ഉമ്മ തരാറുണ്ടോ? ഉണ്ട്. നിന്റെ പപ്പയ്ക്ക് സഹോദരന്മാരുണ്ടോടി? ഉണ്ട്. ഉമ്മ തന്നിട്ടുണ്ടോ? ഉണ്ട്. നിന്റെ അമ്മയ്ക്ക് ആങ്ങളമാരുണ്ടോ? 2 പേര്. ഉമ്മ തരാറുണ്ടോ? ഉണ്ട്. നിനക്ക് ഗ്രാൻഡ് ഫാദർ ഉണ്ടോ? ഉമ്മ തന്നിട്ടുണ്ടോ? എന്തോരം ആണുങ്ങളാണ് ഇതിനു മുമ്പ് തന്നെ ഉമ്മ തന്നിരിക്കുന്നത്. ആണുങ്ങളെ കണ്ടുപിടിച്ചത് അത്രയും ഒരു ഉമ്മയേ ഉള്ളൂ. പോയി കിട്ടിയ ടീച്ചർ കേസ് കിട്ടു. ഓരോ വഴി ടീച്ചർക്ക് എന്നിട്ട് പറഞ്ഞു, നീ ഇത് ടീച്ചറിന്റെ അടുത്ത് പറയുകയാണെങ്കിൽ നിന്നെ ഞാൻ തട്ടിക്കൊണ്ടുപോയി കിട്ടുന്നു. അപ്പോ മാറി. പെണ്ണുകിടന്ന് ഉറക്കം കഴിഞ്ഞു. തട്ടിക്കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അവസാനം കേസ് ടീച്ചറിന്റെ ടേബിളിലെത്തി. ചോദിച്ചെന്ന പിന്നെ തലേദിവസം ഏഷ്യാനെറ്റിൽ അവനൊരു സിനിമ കണ്ടു. മിഥുനം എന്ന് പറഞ്ഞ സിനിമയാണ്. അതിനകത്ത് ഈ മോഹൻലാലും ശ്രീനിവാസനോട് ഊർവശിയെ പായ്ക്കകത്ത് തീർത്തോന്ന് പോകുന്ന ഒരു സീന് കണ്ടിട്ടുണ്ടോ? പാർട്ടി പറഞ്ഞത് അവളെ ഇഷ്ടമാണ്. 1-ാം ക്ലാസ്. ഇന്ത്യയുടെ ചങ്ങനാശ്ശേരി ഒരു സ്കൂളിലാണ്. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, പെണ്ണാണ്. ബോയ്സ് സ്കൂളും ഗേൾസ് സ്കൂളും അടുത്തടുത്താണ്. അപ്പോൾ ഗേൾസ് സ്കൂളിലെ കുട്ടി ബോയ്സ് സ്കൂളിലെ 5-ാം ക്ലാസ്സിലെ ചെറുക്കൻ ഒരു പ്രണയലേഖനം എഴുതിയതാണ്. എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്റ്റോ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. അടുത്തതായി ഒത്തിരി അടുത്തതായി ഒത്തിരി പിന്നെ അടുത്തതായി ക്രിസ്റ്റോ, നീ ഒരിക്കലെങ്കിലും എൻ്റെ ക്ലാസ്സിൽ വന്ന് എന്നോട് ഇഷ്ടമാണെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചു. അടുത്തതായി പക്ഷേ നീണ്ടൊരു ഹൈഫൻ. അടുത്തതായി ക്രിസ്റ്റോ, നീ വന്നില്ല, നീ എന്നോടൊന്നും പറഞ്ഞില്ല. അടുത്തതായി ക്രിസ്റ്റോ, ഈ കത്ത് കിട്ടിയാലുടൻ നീ എൻ്റെ ക്ലാസ്സിൽ വരണം. എന്നോട് പറയണം ഐ ലവ് യു. അത് ഇംഗ്ലീഷിലാണ്. അതിൻ്റെ അടിയിൽ അവൾ എഴുതിയിരിക്കുന്നു 100 times I love you. പിന്നെ 1000, 20,000, 30,000, 40,000, 1 lakh വരെ താഴോട്ട് ഐ ലവ് യു എന്ന് ദിവ്യ ഒപ്പ്. ഇത് ഇവിടെ കൂട്ടുകാരിയുടെ കൊടുക്കും. നമ്മുടെ ഈ പാർട്ടിക്ക് കൊടുക്കാൻ കൂട്ടുകാരിക്ക് എന്ന് അവനെ പരുവത്തിൽ കിട്ടിയില്ല കൊടുക്കാൻ. അവളത് ചുമന്ന് കിട്ടി വീട്ടിൽ കൊടുക്കും. അറിയാലോ പിന്നത്തെ കഥ. നമ്മുടെ പിള്ളേർ, ഈ കൊച്ചു പിള്ളേർ വീട്ടിൽ നമ്മൾ ആദ്യം ചെയ്യുന്നതന്നെ വായി തുറന്ന് ഒരു പാത്രവും വാട്ടർ ബോട്ടിലും എടുക്കും. അല്ലെ, അമ്മമാരതല്ലേ ചെയ്യുന്നത്. ആ അമ്മ അത് തന്നെയാണ് ചെയ്യാൻ ചെന്നത്. പക്ഷെ അമ്മയുടെ കിട്ടിയത് എഴുതാം. അമ്മ വായിച്ചിട്ട് അവളെ വെച്ച് 2 ബോട്ടിൽ കൊടുത്തു. നിന്നോടാര് പറഞ്ഞു മധ്യസ്ഥം വിൽക്കാൻ. അതായത് പിറ്റേ ദിവസം അമ്മ ഇത് ചൊന്നിട്ട് പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയി. ഒരു സിസ്റ്ററാണ്. സിസ്റ്റർ എന്നിട്ട് ഇത് വായിച്ചിട്ട് എന്നെ വിളിച്ചു. ഇങ്ങനൊരു സംഭവം 5-ാം ക്ലാസ്സാണ്. ഞാൻ അങ്ങോട്ടൊന്ന് വിടാം. അപ്പനും അമ്മയും വരാനായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്. പാരൻസ് വന്ന് കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് വിടാം. ഒരു കൗൺസിലിംഗ് ഒന്ന് കൊടുക്കണം. ഞാൻ വെറുതെ കൊടുക്കാം. അപ്പൊ ഇത്രയുള്ള കുട്ടി. പക്ഷെ എനിക്കങ്ങനെ എഴുത്ത് ഞാൻ ഒരു ഫയലിൽ എടുത്തിട്ട് എല്ലാ ദിവസവും വായിച്ച് പഠിച്ചതാണ് ഞാനിത്. കാരണം നല്ല എഴുത്താണ്. എല്ലാ ആദ്യത്തെ ലൈന് സ്കെച്ച് പെൻ വെച്ച ഡെക്കറേറ്റഡ് ലെറ്ററാണ്. 5-ാം ക്ലാസ് ആണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പിള്ളേരൊക്കെ എന്തേ ഇങ്ങനെ 5-ാം ക്ലാസ് 1-ാം ക്ലാസ് ഇങ്ങനെ ഒത്തിരി വരാറുണ്ട്. ഈയുടെ സ്കൂള് മാറ്റിയ കേസ് വരെ എനിക്ക് വന്നിട്ടുണ്ട്. ഒരു പെണ്ണ് പുറകെ നടന്നിട്ട് ആ സ്കൂളിൽ നിന്ന് തന്നെ കൊണ്ടുപോയി വരും. അത് 3-ാം ക്ലാസ് 6-ാം ക്ലാസ് ഒക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബാല്യം മുതലേ നമ്മുടെ കുട്ടികളിലെ ഇമോഷണൽ ചേഞ്ചസ് മാറും. കാരണങ്ങൾ 3. 1, അവർ കഴിക്കുന്ന ആഹാരത്തിൽ വന്ന മാറ്റം. 2, അവർ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളിൽ വന്ന മാറ്റം. 3, അവരുടെ വസ്ത്രധാരണത്തിൽ വന്ന മാറ്റം.
അവരിൽ ഇമോഷണൽ ചേഞ്ചസ് വരാൻ കാരണമായിരിക്കുന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരുടെ ഒരു പഠനം. ഒന്ന്, ആഹാരത്തിലുള്ള മാറ്റം. പണ്ട് നമ്മൾ കഴിച്ച കപ്പയോ ചേമ്പോ ചേനയോ കഞ്ഞിയോ എല്ലാം നമ്മുടെ പിള്ളേർ കഴിക്കുമോ? ഇല്ല. അവർക്ക് നൂഡിൽസ്, പാസ്ത, ബർഗർ, ബാർബിക്യൂ, KFC ഒക്കെ അല്ലേ ഇഷ്ടം? നമ്മുടെ പിള്ളേർക്കെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളാണ് ഇഷ്ടം. അതായത് ചെറുപ്പം മുതലേ പിള്ളേരുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന 3 സാധനങ്ങളെ കുറിച്ചാണ് മനഃശാസ്ത്രം പറയുന്നത്. ഒന്ന്, അവർ കഴിക്കുന്ന ആഹാരത്തിലൂടെ ഉള്ളിലേക്ക് ചെല്ലുന്ന ഹോർമോണുകൾ. 2, ടേസ്റ്റ് മെർക്കസ് ആൻഡ് കെമിക്കൽസ്. അതായത് എന്താ പറയാ, ബാർബിക്യൂ നമ്മൾ വീട്ടിലുണ്ടാക്കിയാലും നമുക്കറിയാം, നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും അരച്ച് പരട്ടി തൈരും ഒക്കെ പരട്ടി മാരിനേറ്റ് ചെയ്ത് എത്ര വെച്ചാലും അവിടെ ഉണ്ടാക്കുന്നതിന്റെ മണമോ അവിടെ ഉണ്ടാക്കുന്നതിന്റെ ആ ടേസ്റ്റോ ചിലപ്പോൾ കിട്ടത്തില്ല. നമ്മള് സോസസ് ഒക്കെ വാങ്ങിച്ചു, അവിടെ അവർ ഉപയോഗിക്കുന്ന ചില പ്രത്യേക സോസസ് ഉണ്ട്, അത് ഇമ്പോർട്ടഡ് ആണ്. ഇറ്റാലിയൻ സോസസ് പരട്ടി അവർ മാറിനേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന സാധനത്തിന്റെ നമുക്കറിയാം. അറബിക്ക് ഉണ്ടാക്കുന്നിടത്ത് നമ്മൾ ഒരു പ്ലേറ്റ് ചോറ് എടുത്തുകൊണ്ട് 1 കിലോമീറ്റർ അകലെ പോയിരുന്നാലും നമുക്കത് തിന്നാൻ മണം മതി. അറബിക്ക് വേണമെന്നില്ല. അപ്പൊ അവരുടെ ഉള്ളിലേക്ക്, പിള്ളേരുടെ ഉള്ളിലേക്ക് ചെല്ലുന്ന 3-4 സാധനങ്ങള്. കളറ്, നമ്മള് എന്താ പറയാ, ചില്ലി ചിക്കൻ കഴിച്ചുമ്പോൾ കളറ് കയ്യിൽ പറ്റും. നമ്മുടെ കുടലെന്ന് പറയുന്ന ഏറ്റവും സോഫ്റ്റായ എന്താ പറയാ സാധനങ്ങളുള്ളതാണ് നമ്മുടെ കുടലിനകം. അവിടോട്ട് കുഞ്ഞുങ്ങളുടെ ആകുമ്പോൾ തീരെ സോഫ്റ്റ് ആണ്. അതിനകത്തേക്കാണ് ഈ കളറ്, ഈ കെമിക്കല്, ഈ സോസസ് ഒക്കെ ചെല്ലുന്നത്. അങ്ങനെ ചെല്ലുന്ന സാധനങ്ങൾ കുട്ടികളില് ഇമോഷണൽ ചേഞ്ചസ് വരാൻ കാരണമാകുന്നു എന്നാണ് ഒരു പഠനം. പിടികിട്ടിയോ? അപ്പൊ കഴിക്കുന്ന ആഹാരം, ഞാൻ ഈയിടെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തിരുന്നു. അത് ഇന്റർനാഷണൽ കോൺഫറൻസ് ആണ്. എല്ലാ വർഷവും ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കോൺഫറൻസിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് നിങ്ങളെ വന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പോയി അറ്റൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോൾ അവര് നമ്മുടെ ഇന്ത്യൻസിനെ കുറിച്ച്, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻസിനെ കുറിച്ച്, മലയാളിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് ഇതാണ്: നമ്മുടെ പെൺകുട്ടികളിൽ ഗർഭാശയ രോഗങ്ങൾ കൂടുന്നു. PCOD എന്ന് പറഞ്ഞ ഒരു സാധനം എന്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പഠിച്ചപ്പോൾ പോലും ഞാൻ കേട്ടിട്ടില്ല. ബട്ട് ഇന്ന് ഏതാണ്ട് 75% പെൺകുട്ടികൾക്ക് PCOD. കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് ഇത് അറിയുന്നതെന്നുള്ളതേ ഉള്ളൂ. PCOD ഉണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ശതമാനം കുട്ടികളും പിള്ളേരില്ലാതെ വിഷമിക്കുന്നു. ഈ കൊച്ചു കേരളത്തില് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ എണ്ണം കൂടുന്നു. നമുക്കറിയാം, ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ എല്ലാം ബാധിക്കല് ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി കത്ത് കെട്ടിക്കിടക്കുന്ന ചെറുപ്പക്കാർ. അതിന്റെ കാരണം ഒന്ന്, എല്ലാം അതുകൊണ്ടാണെന്നല്ല, ഒരു കാരണം അവര് പറയുന്നത് ഫുഡ് ഹാബിറ്റ്സിൽ വന്ന മാറ്റം എന്നാ പറയുന്നത്. അവര് പറയുന്നത് എന്താണെന്നറിയോ? മണ്ണിനടിയിൽ വളരുന്ന സാധനങ്ങൾ നമ്മൾ ഇന്ത്യൻസിന് ധാരാളം കഴിക്കുന്നത് നല്ലതാണ്. ബിക്കോസ് നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ ഹോർമോണുകളെ ഉദ്ദീപിപ്പിക്കാൻ അതിന് കഴിവുണ്ട്. 2 സാധനം അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ചേന, നമ്മുടെ ഈ നാടൻ ചേന. രണ്ടാമത് അവർ പറഞ്ഞിരിക്കുന്നതല്ലോ വലിയ ചേമ്പ്, ശീമച്ചേമ്പ്. ശീമച്ചേമ്പും ചേനയും ഫുൾ ഓഫ് ഹോർമോൺ ആണെന്നും അത് നമ്മുടെ പണ്ടത്തെ വല്യമ്മമാരിലും ഒക്കെ ഗർഭാശയ രോഗങ്ങൾ ഉണ്ടാകാതെ കാത്തു സൂക്ഷിച്ചിരുന്നത് അവരുടെ അത്തരം സാധനങ്ങൾ അറിയുന്നതെന്ന് വെച്ചാൽ നാരങ്ങ ചേമ്പ് ഒഴിഞ്ഞത്, ചേന ഒഴിഞ്ഞത്, അല്ലെങ്കിൽ അവിയലിനകത്ത് സാമ്പാറിനകത്ത് ഇതൊക്കെ അടിച്ചു കുറിച്ചിട്ടത്. അപ്പൊ നമ്മൾ ആരെയും വിടുവോ? ക്യാരറ്റ്, അങ്ങനെ പട്ടല്ലേ